5 minutes fun സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി ടീം സല്ലാപത്തിന്റെ ഫേവറേറ്റ് റൗണ്ട് കാണാം. അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. എന്ത് പേരിന് നാണം? എടാ നീ പേര് നാണെന്നും പറയണ്ട. ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ മുൻഗണന കൂടുതൽ, അറിയാവാ? അതെന്താ അങ്ങനെ? എടാ ഇന്നലെ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയപ്പോ സ്ത്രീകളല്ലേ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നത്. ഞാൻ ഇന്നലെ KSRTC ബസ്സിൽ കയറിയപ്പോ പെണ്ണുങ്ങൾ ബാക്കിലായിരുന്നു. പ്രശ്നം തീർന്നില്ലേ? പെണ്ണുങ്ങൾക്കാണ് ആണുങ്ങൾക്കാണ് മുൻഗണന. എടാ അത് തീരുമാനിക്കണം നമ്മളല്ല, പ്രേക്ഷകരാണ്. ടീം സല്ലാപം ഒരു ടോക്ക് ഷോയുമായി നിങ്ങളുടെ മുന്നിലേക്ക്. ഏത് ചാനൽ എടുത്താലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ടോക്ക് ഷോ. ഇവിടെ ഒരു ചാനലിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന രസകരമായ ഒരു ടോക്ക് ഷോയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ടീം സല്ലാപം. Everybody, welcome to Salt Vision അങ്കത്തട്ട്. അങ്കത്തട്ട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചന്ദനക്കുന്ന് എന്ന ഗ്രാമത്തിലാണ്. ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ മുൻതൂക്കം എന്നതാണ്. നിരവധി വ്യക്തികളാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. ആദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം ഈ നാടിന്റെ പൊന്നോമന പുത്രി സാവിത്രി തമ്പക്കൻ. പ്ലീസ് വെൽക്കം സാവിത്രി തമ്പക്കൻ. അയ്യോ എന്റെ പേര് അങ്ങനെയല്ല, പിന്നെ എന്റെ പേര് സാവിത്രി തമ്പക്കൻ. അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഈ നാടിന്റെ പൊന്നോമന പുത്രൻ സാവിത്രി ചേച്ചിയുടെ സ്വന്തം ഹസ്ബൻഡായ തമ്പക്കൻ ഷീഡൻ. പ്ലീസ് വെൽക്കം തമ്പക്കൻ ഷീഡൻ. എന്തോന്ന് ഇത്, ഒട്ടകത്തിന് പാലിറക്കാൻ നിൽക്കുന്നതോ? ഞാനൊക്കെ ഗൾഫിലായിരുന്നു. എന്തായിരുന്നു ജോലി? അറബിയുടെ ഡ്രൈവർ ആയിരുന്നു. എന്തിന്റെ? അറവാന. കണ്ടാലും പറയാം ഹനുമാനാ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, അതുപോലൊക്കെ തന്നെ കുടുംബശ്രീയെയും തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയതലം വരെ എത്തിച്ച നമ്മുടെ സ്വന്തം നാടിന്റെ പൊന്നോമന പുത്രി മണി ചേച്ചി. പേര് മണി. പണി മണല് പണി. അയ്യോ അവളെ വെറുമണി എന്ന് പറയല്ലേ, പിന്നെ ഇടിയപ്പക്കളി പണി എന്ന് പറയുന്നത്. ആരാണ് ഇതിന്റെ ഇടിയപ്പം കെട്ടത്? ഞാനല്ല, മുത്തുച്ചിപ്പി. ഈ നിൽക്കുന്ന മൂതലി ഉണ്ടല്ലോ, ഇവള് തന്നെ ഇത്ര ഉള്ളപ്പം മുതൽ ഞാൻ എടുത്തോണ്ട് നടന്ന അതിന്റെ പാട് ഇപ്പോഴും എന്നെ എടുപ്പിലുണ്ടീ. നോക്കട്ടെ ചേച്ചാ പാട്. പാട് നോക്കാൻ വന്നേക്കുന്നത്. വെപ്പുവല്ലേ? അത് ശരി. അപ്പൊ വെപ്പ് വല്ലം വെച്ചോണ്ടാണ് ഇവളോട് ഒന്ന് വലിയ വാചകം അടിച്ച് നാണമില്ലേടി നിനക്ക്? ഇനി നീ വലിയ കാര്യമൊന്നും പറയണ്ട. എന്റെ തലയിലേക്കില്ലേ തിരുപ്പനാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആരടി പറഞ്ഞ തിരുപ്പനാണ്? നല്ല ഒന്നാം തരം എണ്ണ വെച്ച് തേച്ചുണ്ടാക്കി മുടിയടിയത്. ശനിയാഴ്ച നിങ്ങൾ കൂടുന്ന കുടുംബശ്രീ അല്ല, ഇത് ടോക്ക് ഷോ ആണ്, ടിവിയിൽ വരുന്നതാണ്. എടി ഇത് ടോക്ക് ഷോ ആയിരുന്നടി. അയ്യോ നീ വെറുതെ നീ ആവശ്യമില്ലാതെ ജനങ്ങൾ കാണുന്ന പരിപാടി എല്ലാരും കാണുന്നുള്ള ആർക്ക് ഉറപ്പാ. അയ്യേ ആകെ നാണ. ചേട്ടാ അതൊന്ന് കട്ട് ചെയ്തേക്കണേ. കട്ട് ചെയ്യും കുഴപ്പമില്ല. ഇനി നിരവധി വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. ഒരു കാര്യം പറയട്ടെ. എടി നിന്റെ ഭർത്താവിന് ഒരു കാര്യം പറയാനുണ്ട്. അവ കുടിച്ച് വെള്ളം അടിച്ച് അലമ്പായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടി വന്നിരുന്ന് ചീത്ത വിളിക്കുന്നതിനായി അവനെ ചവിട്ടി കൂടി എടുത്ത് ഞാൻ തറയിലടിക്കുന്ന അവനെ. നേരം ഇറങ്ങും പോലും പരിപാടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. വിളിക്കാം നീ ഇവിടെ കിടന്ന് കുറച്ചു നേരമായിട്ട് എന്നെ വെല്ലുവിളിക്കുന്നത് കേട്ടല്ലോ. ഈ നാട് ഏതാണെന്ന് അറിയാവടാ? ഇവിടുത്തെ പിള്ളേരുടെ ശക്തി എന്താ നിനക്ക് അറിയാവടാ? നീ പറഞ്ഞല്ലേ എന്നെ അടിക്കുമെന്ന്. ഒന്ന് അടിച്ചു നോക്കടാ, തൊട്ടാ ചോര വരും. ചോര അറിയടാ. എനിക്ക് പല കാര്യം നിങ്ങൾക്ക് ചോര നിനക്ക് പോവാ. ഏതെങ്കിലും പിള്ളേർ അനങ്ങുക ഇവിടുത്തെ? അതാണ് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരുടെ മാന്യത. എന്താ ഇവിടെ പരിപാടി? അയ്യോ ചേട്ടാ ഇത് അങ്കത്തട്ട്. നിന്റെ 58 ഇതൊരു TV ഷോയാണെന്ന്. ഓ സിനിമ. എടാ ഇന്നാളി ഒരു ദിവസം ഒരുത്തർ സിനിമ പിടിക്കാനെന്നും പറഞ്ഞ് വന്നിട്ട് അക്കരെ കയറി അതൊക്കെ അങ്ങോട്ട് കാണിച്ച് ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞു പാവപ്പെട്ടവന്റെ ജീവിതം പച്ചയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ പടം തിയേറ്ററിൽ വന്നപ്പോഴോ നീല അങ്ങനെ വല്ലാതെ കൊന്നുകളെ കേട്ടോ. ആയിക്കോട്ടെ. ആദ്യമായി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് വസ്ത്രദാനത്തെ കുറിച്ചാണ്. വസ്ത്രദാനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എടി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് കുടുംബശ്രീയിൽ വെച്ച് ഉണ്ണിയപ്പം അച്ചപ്പം പക്കവട ഇതൊക്കെ ഉണ്ടാക്കി നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒന്നും മറന്നില്ല. ഈ അച്ചപ്പത്തിന്റെ കാശ് തരാത്തത് എനിക്ക് ഓർമ്മയുണ്ടടി. ഞാനാ? എടി നീയാണ് ഉണ്ണിയപ്പം തരാനുള്ള കാശ് തരാവുള്ളൂ. എടി നിന്റെ കെട്ടിയവന്റെ മക്കം കൂടെ നീ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ട് പോയി. ഇതാണോ നിന്റെ അച്ചടക്കം?
ഈ അച്ചടക്കം കാണാതൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നിൽക്കുന്നിടത്തോട്ട് വന്ന് നോക്കണം. അതെവിടാ ചേട്ടാ? ബിവറേജിന്റെ ഫ്രണ്ട് ഞങ്ങളെ ആ മാന്യതയും ഞങ്ങളെ വിനയമൊക്കെ വന്നൊന്ന് കണ്ടുപടി. അതിനാടി അച്ചടക്കം എന്ന് പറയുന്നത്. അല്ല നീയൊക്കെ ഇവിടെ കിടന്ന് ബളബളാന്ന് ചലിക്കുന്നതിനല്ല അച്ചടക്കം എന്ന് പറയുന്നത്. മനസ്സിലായോ? ചേച്ചിയെ ഞാൻ ചോദിച്ചത് വസ്ത്രധാരണത്തെ കുറിച്ചാണ്. നിങ്ങൾ അച്ചടക്കത്തെ കുറിച്ച് പറയുന്നത് എന്തിനാ? ഞാൻ വസ്ത്രധാരണം കേട്ടിട്ട് സംസാരിക്കും. ഇതൊക്കെ ടോക്ക് ഷോ ആണ്, ടിവിയിൽ വരുന്നതാണ്. ഓക്കെ വസ്ത്രദാനത്തിന്റെ കാര്യത്തിലോ? വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയല്ലേ എപ്പോഴും മുമ്പിൽ. വസ്ത്രം കുറച്ചുപയോഗിക്കുന്ന കാര്യത്തിലും സ്ത്രീകൾ തന്നെയാണ് മുമ്പിൽ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ വന്നത് കുട്ടി പാന്റും ഒരു കുട്ടി ഷർട്ടും ഇട്ട് ബസ്സിൽ കയറി ഇങ്ങനെ ഒരു നിപ്പുണ്ട്. ചോദിച്ചാൽ എന്തോ പറയും? മൊബൈലിൽ കാണിക്കാനാണെന്ന്. ചേച്ചി മൊബൈൽ കാണിക്കാനല്ല, നേരിട്ടൊക്കെ കാണിക്കാനാ. എടി അങ്ങനെ നീ ഒന്നും ഞങ്ങളുടെ ഇപ്പോഴത്തെ സുന്ദരന്മാരെ ഫ്രീക്ക് പയ്യന്മാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ഉള്ള പെണ്ണുങ്ങളെ ചുരിദാറിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയാണ്. അത് പിന്നീട് ചുരുങ്ങി 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 ഇവിടെ വരെ വന്നിട്ട് അതിനൊരു പേര് പാട്ടിയാല, അത് ടാറ്റിയാലോ, ഇതിനെ കുറിച്ച് മഹാനായ കവി ശശാങ്കം പറഞ്ഞ എന്താണെന്നറിയാവോ? അതാരാ ചേട്ടാ? യു ആർ മൈ സിസ്റ്റർ ഓഫ് മൈ വൈഫ്. ചുരുങ്ങി പാട്ടിയാല വന്നു, പാട്ടിയാല കാട്ടിയപ്പോൾ ആണുങ്ങൾ പാട്ട് അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലായോടി? ഓക്കെ 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 നമ്മുടെ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഈ പരിപാടി നിർത്തല്ലേ. കാര്യം പറഞ്ഞു ചേട്ടാ ചേട്ടാ വെറുതെ എന്തിനാ ചേച്ചി ഇട്ടിരിക്കുന്നത്? നമുക്ക് 3 മക്കളാണ്. അത് 2 വെളുത്ത് തൊടുത്ത സുന്ദര കുട്ടപ്പനായ 2 മക്കളുണ്ട്. ആ മക്കൾ എന്റേതാണ്. ഇനി ഒരു കറുത്ത കരിവണ്ടുണ്ട് ഒരു സാധനം. അത് ആരെ മക്കളാണെന്ന് അവൾ ഇപ്പൊ ഇവിടെ പറയണം. അവനെന്താ കുഴപ്പമില്ല. കുഴപ്പമില്ല. അയ്യോ അവതാരത്തിന്റെ മൂർത്തിമത് ഭാവമല്ല വരുന്നത്. ഇതാണോ നീ നേരത്തെ പറഞ്ഞ അവതാരത്തിന്റെ മൂർധന്യ ഭാവം? അത് തന്നെ. ഇതിന്റെ എവിടാണാവോ മൂർധന്യം? രണ്ടുപോലെ കൊട്ടത്താനേ. പൊന്നു മോനെ, നീ ഇറച്ചിക്കട പെണ്ടിരംഗം പോയി നിൽക്കില്ല കേട്ടോ. മുട്ടനാടാന്നും പറഞ്ഞ അവര് പിടിച്ചറക്കൂടാ. ഞാനാ സത്യം പറഞ്ഞ ആരുടെ ചേച്ചി ഇനിയെങ്കിലും ആ സത്യം അങ്ങ് തുറന്നു സത്യം പറയാ. ഇങ്ങനെ പറഞ്ഞില്ല 2 സുന്ദര കുട്ടപ്പന്മാര്. അത് ഇങ്ങനെ പോലല്ല. പിന്നെ ഈ കറുത്ത കരിവാളി പോലെ വേട്ടാവളിയല്ല. ഇതാ അപ്പൊ ആദ്യത്തെ 2 മക്കളോ? ഇതാ പറയുന്ന പഞ്ചായത്ത് തെങ്ങിന് ആരും വെള്ളം ഒഴിക്കണ്ട, വളവിടണ്ട. അത് സമയാസമയങ്ങളിൽ പൂക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. ചുങ്ക ജ്വല്ലറി 5 മിനിറ്റ്സ് 1 സ്റ്റാറിൽ ഇനി ഒരു ഷോർട്ട് ബ്രേക്കിന്റെ ടൈമാണ്. ആരും എങ്ങും പോവരുത്, ഞങ്ങൾ ദാണ്ടെ വന്നു. നേരം വെളുക്കുന്ന മേട്ടിൽ. അയ്യോ എന്തോരോ ആളുകളാ ഇവിടെ. എങ്കിൽ തുടങ്ങട്ടെ, കൊഴുക്കട്ടെ. 20 കൊല്ലം ജയിലിൽ കിടന്നുണ്ടതി നൂപാട് തീർന്ന ബോസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയും കൊഴുക്കട്ടെ. ഒരു ബെൻസ് കാറിന് ബെൻസ് കാറിനോ? കൈ കാണിച്ചു, നിർത്തിയില്ല. പിന്നെ ഞാൻ നടന്നിങ്ങ് പോരുന്നു. This is not the second part of 20th century. This is the creation of a